ഗായ്സ്, ലോകേഷ് കനകരാജിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സ് LCUലേക്ക് പുതിയൊരു കഥാപാത്രം, ഒരു അഡാറ് ഒരു ക്യാരക്ടർ കൂടി വരുന്നുണ്ട്. ഇൻട്രഡക്ഷൻ ആണ്. ഇന്നലെ ഇതിന്റെ ഒരു പോസ്റ്റർ അവർ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതിന്റെ പ്രൊമോ വീഡിയോ ഒരു 2 minutes സാധനം ഇറക്കി വിട്ടിട്ടുണ്ട്. യൂട്യൂബിൽ കത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് വന്ന ഇതുപോലത്തെ കഥാപാത്രങ്ങൾ നമുക്കറിയാം എജ്ജായ സാധനങ്ങളായിരുന്നു എന്നുള്ളത്. സോ ഈ ഒരു കഥാപാത്രം എങ്ങനെയാണ്, ആരാണെന്നുള്ളത് കാര്യങ്ങൾ ആരാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അത് ഞാൻ പറയുന്നില്ല, കണ്ടറിയാം. സോ ഇത് ബെൻസ് എന്ന് പറഞ്ഞ പുതിയ പടമാണ്. നമ്മുടെ രാഘവ ലോറൻസിന്റെ ഈ യൂണിവേഴ്സിലെ വേറൊരു പടമാണ് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്നത്. സോ ആ ഒരു സിനിമയിലെ വേറൊരു കഥാപാത്രമാണ് ഇപ്പൊ റിവീൽ ചെയ്യാൻ പോകുന്നത്. പേര് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണാം. ആരാണെന്നും കൂടി നമുക്ക് വീഡിയോയിൽ കാണാം. നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ലെറ്റ് ഇറ്റ് ബി എ സർപ്രൈസ് ഫോർ ദോസ് ഹു ഡോണ്ട് നോ ഹു ഇസ് ദാറ്റ് ബാഡാസ്. മച്ചന്മാരെ, ബെൻസ് ക്യാരക്ടർ പ്രൊമോ, ലെറ്റ്സ് സീ ഹിയർ മാൻ. ഓ oh Logesh Kanagaraj, the son. Here he comes, man. Look at him, man. Oh my God. Oh. Manditanda. Oh. Oh, oh. Now, boy. That's fine, man. Definitely. Psychopath. Oh. അവൻ പേരെന്നാ சொன்ன? പേര് കോസ്റ്റ്യൂം മാറി. NS ബെൻസ്. ഓ man. SL இந்த ABCDல கடைசியா ஒரு இது வரும்ல, SA போட்டு மாதிரி. ஈசான். BEN ஈசான். Bens. ഹെൽമെറ്റുക്കുള്ള തലേ സ്മാർട്ട് വെട്ടറ മാതിരി കസക്ക് വെട്ടി കൊല്ലപ്പോലത്. யாரு நான்டா. My name. What's your name, baby? Oh. Walter. Oh. Masale machane. Welcome in Poli. Masale machane. Beautiful heart. Deadly combination. Love you, Walter. Valuable singer. Oh. Produced by Logesh Kanagaraj. Written by Bakiraj. Wow. മച്ചാനെ മാസ് വെറുത്തനமான മാസ്. വാൾട്ടർ ഉമ്മടാ. നിവിൻ പോളി, ഓ മൈ ഗോഡ്, എജ്ജാതി സാധനം. വേറെ തീപ്പൊരി സാധനമായിട്ടാണ് വന്നിരിക്കുന്നത് മച്ചാനെ വാൾട്ടർ. ഫസ്റ്റ് ഓഫ് ഓൾ ദാറ്റ് ലുക്ക് മാൻ, എൻ്റെ മോനെ 3 ലുക്കിൽ ഞാൻ കണ്ടു. ഒന്നാമത് ആ ഗോൾഡൻ കാര്യങ്ങൾ വന്നിട്ട് ആ ബ്ലഡി ഡെവിളിഷ് സ്മൈല് തന്ന ഒരു ലുക്ക്. സൈക്കോപാത്ത്, റിയൽ സൈക്കോപാത്ത്. ആ ഒരു സ്മൈൽ ഉണ്ടല്ലോ, എൻ്റെ മോന ചിരി, വേറെ സാധനം. ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ കൂലി ജസ്റ്റ് മറ്റേ ട്രൗസറും ബിനിയാനിട്ടൊരു സാധനം വന്നു, അത് വേറൊരു സാധനം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു റോയൽ സാധനം കാണിച്ചിട്ടുണ്ട്, ഫുൾ സ്യൂട്ടിൽ ഒരു കോലം പിടിച്ചിട്ട്, അത് വേറൊരു സാധനം. മോനെ 3 എണ്ണം വേറെ. ഞാൻ ശ്രദ്ധിച്ചതാണ്. ആൻഡ് ദ ലുക്ക്, ദാറ്റ് സ്വാഗ്. ആൻഡ് എൻ്റെ മോനെ നിവിൻ പോളി വേറെ ലെവലാക്കി വെച്ചിട്ടുണ്ട്. ലോകേഷ് കനകരാജ് യൂണിവേഴ്സിലേക്ക് ഒരു ഐറ്റം കൊണ്ടുവരുമ്പോൾ മോനെ വേറെ ഐറ്റം തന്നെ ആയിരിക്കും. എന്തായാലും ഇത് ആക്ച്വലി പ്രൊഡ്യൂസ്ഡ് ബൈ ലോകേഷ് കനകരാജ് ആണ്. ബക്യരാജ് എന്നൊരു പേര് കേട്ടു, ഡയറക്ടർ ആൻഡ് റിട്ടേൺ ആൻഡ് ഡയറക്ടർ. അതിന്റെ അനിയനാണോ സിൽവരാജ്? ലോകേഷ് കനകരാജ്, ബക്യരാജ് അറിയില്ല. ഏതായാലും അഭയ് ശങ്കർ മ്യൂസിക്കിലാണ്. അഭയ് ശങ്കറാണ് ഇതിന്റെ മ്യൂസിക്കിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ്
നിവിൻ പോളി ഈസ് എ ഡെഡ്ലി കോമ്പിനേഷൻ. ഈ പറയുന്ന പോലെ ഡർട്ടി മൈൻഡ്, ബ്യൂട്ടിഫുൾ ഹാർട്ട് ആൻഡ് ഡെഡ്ലി കോമ്പിനേഷൻ എന്നാണ് പറയുന്നത്. സോ ശരിക്കും പറഞ്ഞത് അങ്ങനത്തെ ഒരു ഡെഡ്ലി കോമ്പിനേഷൻ ഒരു സൈക്കോപാത്ത് സാധനമാണ്. എന്തായാലും മാസ് അല്ലേ മച്ചാൻ ചോദിക്കുന്നുണ്ട്. മാസ് അല്ല, മരണമാസ് ഐറ്റം വാൾട്ടർ. പേര് റിമെമ്പർ ദ നെയിം ഗൈസ്, വാൾട്ടർ. ബെൻസിനെതിരായിട്ടാണ്, രാഘവ ലോറൻസ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് എതിരായിട്ടാണ് വില്ലൻ, തനി വില്ലൻ. എഴുതിയിട്ടുള്ളത് ട്വിൻ ഫിഷ് വാൾട്ടർ എന്നാണ്. ട്വിൻ ഫിഷ് എനിക്ക് തോന്നുന്നു ഇനി സഹോദരങ്ങളാണോ, ഐ മീൻ ബെൻസിന്റെ സഹോദരനാണോ വാൾട്ടർ, അങ്ങനെയാണോ എന്തോന്നറിയില്ല. ട്വിൻ ഫിഷ് വാൾട്ടർ എന്ന് എഴുതിയിട്ടുണ്ട്. സോ രാഘവ ലോറൻസ് ബെൻസ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ നിവിൻ പോളി വാൾട്ടർ ആയിട്ട് വരുന്നു. മെയിൻ വില്ലൻ, പക്ക വില്ലൻ. ഇനി കണ്ടറിയാം എന്താണ് സംഭവിക്കുന്നതാണ്, അവരെ ഫേസ് ഓഫും കാര്യങ്ങളും. എന്തായാലും നിവിൻ പോളിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മൂപ്പരുടെ സ്റ്റേജ് ഇപ്പൊ എങ്ങനെയാണ് എന്താണുള്ളത്. സോ ഇതൊരു റിയൽ കോളിവുഡിൽ LCUയിൽ ലോകേഷ് കനകരാജിന്റെ കൂടെ ആ ഒരു LCUയിലേക്ക്, ആ ഒരു പട്ടത്തിലേക്ക് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് മോനെ വേറെ ലെവൽ. എന്തായാലും പക്ക ആൾ തന്നെയാണ്. ആ ഒരു സൈക്കോപാത്ത് ഡെഡ്ലി കോമ്പിനേഷൻ സംഭവം പിടിച്ച് ചെയ്യാൻ എന്തായാലും നിവിൻ പോളിക്ക് പറ്റുന്നുള്ളത് 100% ഉറപ്പാണ്. അത് ചെയ്തിരിക്കും. അങ്ങനത്തെ ഒരു സംഭവം എന്തായാലും ഈ ക്യാരക്ടർ ഉണ്ട്, നമുക്ക് മനസ്സിലായി. എന്തായാലും വെയിറ്റിംഗ് മച്ചാനെ, കട്ട വെയിറ്റിംഗ് ആണ് സംഭവം കാണാൻ വേണ്ടിയിട്ട്. ബാക്കി കാര്യങ്ങളൊന്നും ഇപ്പൊ പറയുന്നില്ല. ദാറ്റ് ലുക്കും അതിന്റെ കോസ്റ്റ്യൂമും ദാറ്റ് സംഭവങ്ങളെല്ലാം കിടുക്കാച്ച സാധനമായിരുന്നു. ആൻഡ് മ്യൂസിക് ആണെങ്കിൽ അപേക്ഷകരാണ് മ്യൂസിക് ആയിട്ടുള്ളത്. കുഴപ്പമില്ല, അടിപൊളി സാധനം, നല്ല സാധനങ്ങൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അനിരുദ്ധ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ പെടച്ചേനെ, അത് വേറെ കാര്യമാണ്. എന്നാലും നിവിൻ പോളി എത്തിയിട്ടുണ്ട് ലോകേഷ് കനകരാജിന്റെ യൂണിവേഴ്സിൽ. എന്താണ് സംഭവിക്കാൻ പോകുന്നത് വരും ദിവസങ്ങൾ നമുക്ക് മനസ്സിലാവും. കൂടുതൽ അപ്ഡേറ്റുകൾ വരട്ടെ. സിനിമ കാണണം, അത് കാണാൻ വേണ്ടിയുള്ള കട്ട വെയിറ്റിംഗ് ആണ്. സോ വേറെ ഒന്നും പറയാനില്ല ഗൈസ്. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ്. ആൻഡ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. So thank you so much guys for watching and keep watching. And remember the name guys is Baldan Beard Reacts.